ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞ നമ്മള് പിടിക്കാൻ വന്നിട്ടുള്ളത് ഏത് സൂവാ? തൃശ്ശൂർ. ഇപ്പൊ നമ്മൾ എന്തിനാ കാണുന്നത്? അല്ല, ഇതേതാ ബേർഡ്? പാരറ്റ്. അവിടെ അപ്പുറത്ത് ഗ്രേ പാരറ്റ്. പറഞ്ഞോട്ടാ എന്തിട്ടേടാ അത്? ഓസ്ട്രിച്ച് അല്ല, ഇത് പുതിയതാലോ അല്ലേ? ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് അല്ലേ? ഏയ് ഞാൻ കണ്ടാ? അതിന്റെ പേരാണ് റിയ. അതിന്റെ പേരാണ് കരിങ്കൊക്ക്. കണ്ടാ അതിന്റെ കൂട്? കണ്ട കൂട് എന്തുണ്ടായത്? ഈഗിൾ. അത്യാവശ്യം തിരക്കുണ്ടല്ലേ? അത്യാവശ്യം. അതെന്തിട്ടാ അത്? മൂങ്ങ ഗൈസ. കൊറേ ഉണ്ടാ? മാത്രം കാണാൻ പറ്റില്ല, വെളിച്ചാവുമ്പോ കാണാൻ പറ്റില്ല. ഇവിടെ വേഴാമ്പലിന് എഴുതി വെച്ചിട്ടുണ്ട്, വെള്ളക്കൊക്കെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ പൂട്ടി, ഇതിലൊന്നും ഒന്നുമില്ല. കണ്ടാ? ഇതൊന്നുമില്ല. ഇതൊക്കെയും കണ്ട, ഇതൊക്കെയും ക്ലോസ് ചെയ്തു. ഇതൊക്കെയും ഇതിലൊന്നും ഒന്നുമില്ല. ഒരു ബേർഡില്ല, അനിമലില്ല, ഒന്നുമില്ല. കാരണം ഇതൊക്കെയും മറ്റേ എവിടെയാ പുതിയത് വരുന്നത്? പുത്തൂര്. വാ മുള്ളംപന്നി കച്ചെടുക്ക. അയ്യോ കണ്ടാ? അമ്പോ. ഏയ് ഇവര് അങ്ങനെ ആക്കുന്നില്ലേ? നിനക്ക് വലിയ അവിടെ നിന്നിട്ട് കുറുനരി. നിങ്ങളുടെ കുറുനരി കണ്ട ഫേസ് നോക്കിയ? ഇല്ലില്ല, ഫേസ് ഒരു കണ്ടാ? ഇതാണ് പന്നിമാൻ. കണ്ടാ? ഇത് മെയിലാട്ടാ, കൊമ്പിന്റെ ഒട്ടക പക്ഷി. കണ്ട? അങ്ങനെ ഫീഡ് ചെയ്യാൻ പാടില്ല ശരിക്കും. അത് കണ്ട? ഇതിനാകെ കാലും രണ്ട് ഫിംഗറുള്ളൂ. അത് വെച്ചിട്ട് ഓടാം. ഭയങ്കര സ്പീഡ് ഓടും ചെയ്യും, നല്ല പണി കിട്ടുകയും ചെയ്യും. നല്ല ഭയങ്കര ഡേഞ്ചറസ് ആണ്. ശരിക്കും ബ്ലാക്ക് അല്ല ഉണ്ടാവാറ്. ഓ നമ്മളെക്കാൾ ഹൈറ്റ് ഉണ്ടല്ലേ? ഇതാണ് കൃഷ്ണമൃഗം. എന്തൊക്കെയും പറയും. അതന്നെ ഹിപ്പോപ്പൊട്ടാമസ്. എന്ത് ഇതിനെ കാണാൻ നമ്മൾ പോണു ഇപ്പൊ. ഇതാണ് സാമ്പാ ഡിയർ. എവിടെ? ഇത് മെയിലടക്കണ ഭയങ്കര സൈസ് അല്ലേ?
ഈ മാൻ്റെ ഇതിലുണ്ടല്ലോ അതിൽ ഏറ്റവും വലിപ്പമുള്ളൊരു ബ്രീഡാണിത്. സാമ്പാടിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്ലാവ്. അതെ അതെ അതെ, ഹിപ്പോപ്പൊട്ടാമസ് അല്ലടാ ഇത്, മ്ലാവ്. ഇത് ഫുള്ള് മെയിലല്ലേ? എനിക്ക് തോന്നുന്നേ കുറെ അത് ബ്രീഡ് ചെയ്ത് കുറെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് മാറ്റിയിട്ടുള്ള മെയിലിനെ. ഫീമെയില് ഇപ്പുറത്തെ സൈഡിലാണുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫീമെയിലാ, ഒരെണ്ണം അങ്ങോട്ട് മെയിലുള്ള തോന്നുന്നുണ്ട്. കാണാൻ പ്രത്യേകിച്ച് ഭംഗിയൊന്നുമില്ല അല്ലേ? അതാണ് ഹിപ്പോപ്പൊട്ടാമസ് കേട്ടോ. കണ്ടൊക്കെ എടുക്കണണ്ട വെള്ളത്തില്. അതെണീക്കണുടി, അതെണീക്കണു. ഞാൻ വിളിച്ചത് കേട്ടു തോന്നുന്നുണ്ട് ചാരു. ഞാൻ വിളിച്ചത് കേട്ടു. എന്താ സൈസ് അല്ലേ? ഓക്കെ. അതെ, അച്ഛമ്മ കൈ അടിച്ചാ മറ്റേതും കേറൂട്ടോ. അങ്ങനെ വിളിച്ചാ മതിട്ടോ, വിളിച്ചു കഴിഞ്ഞ് വരും. ചാരുവാ അവിടെ കാണാത്തന്നെ നോക്കിക്ക ആൾക്കാര്, ഇവിടെ പൊന്തിക്ക. അവിടെ മറ്റേ മാവേലി വരണ പോലെ ജസ്റ്റ് ഒന്ന്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കിടക്കണ നല്ല സൈസ് ഉണ്ട് കേട്ടോ. വെള്ളത്തിലിറങ്ങി. നാഗലിംഗം എന്ന് പറഞ്ഞിട്ടൊരു അതിൻ്റെ ഉള്ളിൽ മൃഗം കിടക്കണില്ലേ നീ? അവിടെ ഇരിക്കണേണ്ട കണ്ടടാ. ശരിക്കും കാണാനില്ല അല്ലേ? ഈ മുള ചാഞ്ഞിക്കണ നല്ല രസമുണ്ട് അല്ലേ? ശരിക്കും ഇപ്പൊ മാനൊക്കെ കുറഞ്ഞുട്ടാ അല്ലേ? ശരിക്കും ഇതൊക്കെ കാലിയല്ലേ? ശരിക്കും ഒറ്റ മൃഗങ്ങളില്ലാട്ടപ്പോ അല്ലേ? വെറുതെ കുറച്ച് ഒരു ഇതുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യണായിരുന്നാവോ പുത്തൂർക്ക്? പുത്തൂര് ഭയങ്കര സംഭവട്ടാ പുത്തൂര്. പക്ഷെ ഇവിടെ ചാരു അവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ അവിടെ. ഞാൻ എപ്പോ ചില പാസ് ചെയ്യുമ്പോഴും വണ്ടികൾ ഇഷ്ടംപോലെ എടുക്കണ്ടോ. തമിഴ്നാട്. ഇവിടെ കൊച്ചി രാജാക്കന്മാര് ഉപയോഗിച്ചിരുന്ന വഞ്ചികള്. കൂടുകളൊക്കെ കാലിയാ, ഒന്നുമില്ല ഇതിലൊന്നും. ഇത് കുറെ ഉള്ള കാരണേ ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടൊക്കെയാണ്. ഈ അതായത് കൂടുകൾ കാലിയല്ലേ, എന്തെങ്കിലും ഫില്ലാക്കാൻ വേണ്ടിട്ട് ഇട്ടിട്ടുള്ള യമു അമ്പു. മിഥുൻ സ്റ്റാക്കി നിക്കണ്ടല്ലോ ചാരു. മീറ്റ് എന്തെങ്ങനെ നിക്കണ സ്റ്റാച്ചു ആണോ ഇത്? എനങ്ങണ്ട്. അച്ഛത് ഈ ഫ്ലെക്സിലിറ്റിയാ പറഞ്ഞത്. നമ്മൾ ഞങ്ങളുടെ പോണത് എത്ര ഉണ്ടാവോ?
ഇതൊക്കെയും കാലിയായിട്ട് തോന്നുന്നത്. കാലിയ 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 അച്ഛോ എന്താ സൈസ് അല്ലേ? ഇത്ര വലിപ്പൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നല്ലാണ്ട് ടൈഗർ എന്തോ സൗണ്ടച്ചാ സൈസ് നോക്കി തരും. സിംഹത്തിന് വയ്യാന്നുണ്ട്. ആ അതിന് അങ്ങടെ നമ്മൾ കടത്തണില്ലേ ഇപ്പൊ ഉണ്ട്. കാണാൻ പറ്റില്ല. ഉണ്ണീനോണെന്നാട് നല്ല പോസ് തരുന്നുണ്ട് അടുത്തോടി കിട്ടിയോ ആ സൈഡിലാണ് അന്ന് ഞെട്ടി നിക്കടി. ശരിക്ക് ടൈഗറൊക്കെ ഉണ്ടല്ലോ, ടൈഗറൊക്കെ ഈ ഹണ്ട് ചെയ്തിട്ട് അത് 1-2 ദിവസം കഴിഞ്ഞിട്ട് അത് കഴിച്ചു തുടങ്ങുള്ളൂ. അതൊന്ന് അഴുകിയിട്ടുണ്ടല്ലോ നമ്മൾ പറയും ആ ഒരു എന്നിട്ടത് കഴിച്ചു തുടങ്ങുള്ളൂ. അതേപോലെ തന്നെ കഴിച്ച് കഴിയണവരിക്കും ആ ഒരു ഏരിയയിൽ നിന്ന് പോയില്ലേ. ലെപ്പേഡ് കാണാൻ ഒരു ഭംഗി തന്നെയല്ലേ, എന്താ രസം. ഉറങ്ങാം. ഇത് അത്യാവശ്യം നല്ല സൈസ്, നല്ല രസമുണ്ട് കാണാൻ. പ്രഗ്നന്റ് പോലെ അല്ലേ? വൈദ്യുതി ഇഷ്ടമായിട്ടില്ല വൈദ്യോ. മങ്കിരുന്ന് ഊഞ്ഞാലിടണം നോക്കിയ നോക്കിയ ഫെസന്റ് ഉണ്ണി നോക്കിയിട്ട് ഫെസന്റിനെ അവിടെ അതല്ലടി. അല്ല അതിനെന്തോ പ്രശ്നം കേട്ടോ ആ സിംഹത്തിന്. വയ്യനി അതാണ് ഇങ്ങനെ എണീക്കുന്നില്ല. പേടിക്കടാ പോണ് എവിടെ? ആ ക്രൊക്കഡൈൽ. ബാഗ് എടുക്കണടാ. കണ്ടാ പാമ്പ് അതവിടെ കിടക്ക ഉറങ്ങാത്. ആരാ പറഞ്ഞത്? മലമ്പാമ്പ് ഇതാണ് ആമ. നടക്കേ അണലി എടുക്കണോ?